ഈ പുതുവർഷത്തിലൊരു പുതിയ അച്ചാർ പരിചയപ്പെട്ടാലോ? ഇതാണ് ഒടിച്ചുകുത്തി നാരങ്ങ അച്ചാർ. ഇതാണ് ഒടിച്ചുകുത്തി നാരങ്ങയുടെ മരം. ഇത് ചെറുനാരകമല്ല, ഇത് ഒരു വെറൈറ്റി നാരങ്ങയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വയനാട്ടിലൊക്കെ ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോഴൊക്കെ അന്യം നിന്ന് പോയിരിക്കുന്നതാണ്. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവരും. ഞങ്ങളിത് പിടിച്ച് മേടിച്ച് കഴിക്കുമായിരുന്നു. കാരണം ഇതിന് വലിയ പുളിയൊന്നുമില്ല, തൊണ്ടും ഒക്കെ തിന്നാം നമുക്കിത്. ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്, ചെറുനാരങ്ങയല്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചെന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല. ഈ കുരു ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇതിന് ഒടിച്ചു കുത്തി നാരങ്ങ എന്ന് പറയാൻ കാരണം. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ സംശയിച്ചിട്ടുണ്ട്, ഇത് പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? ആദ്യം എങ്ങനെയാലും ചെടി ഉണ്ടാകണമല്ലോ. കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ കുരു പോലും ഇല്ല. ഇതിൻ്റെ പേരാണ് ഒടിച്ചു കുത്തി നാരങ്ങ. ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ വേറെ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. എണ്ണ വേണ്ട, ചൂടാക്കേണ്ട. ഒരു തടം വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത്രയും മാത്രം മതി നമുക്ക്. അപ്പം ഞാനിതിന് വേണ്ടി ഒരു തടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചതച്ചിടാം. ഞാനിത് നടുവേ കീറിയായിട്ടിരിക്കുന്നത്. നടുവേ മുറിച്ച് ഒരു തടം വെളുത്തുള്ളിയുണ്ട്. ഇത് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കൂടെ ചേർക്കേണ്ടതാണ്. അപ്പം നമുക്ക് നാരങ്ങ ഒരു ബോട്ടിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ നാരങ്ങ അതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടത് ഒരു വലിയ 2 സ്പൂണ് ഉപ്പാണ്. നമുക്ക് ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. ഞാനിവിടെ ചെറിയ സ്പൂണിന് എടുത്തിരിക്കുന്നത്. പക്ഷേ 2 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്കിതിലിടാം. അത് കഴിഞ്ഞ് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ഭദ്രമായിട്ട് നമുക്കിത് അടച്ച് ഒരു 3-4 ദിവസം, ഞാനിപ്പോൾ ഒരു 4 ദിവസത്തേനാണ് വെക്കാൻ പോകുന്നത്. അപ്പം അന്നേരത്തേനും ഈ നാരങ്ങ അതിൻ്റെ ഉള്ളിലിരുന്ന് വാടും, ഇതിൻ്റെ നീരെല്ലാം ഇറങ്ങും. പിന്നെ ഇതിന് കയ്പ്പ് ഒട്ടുമില്ല, പാകത്തിനുള്ള പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഇതിൽ ഉപ്പും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഉപ്പ് ഞാൻ പൊടിയുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത്. ഉപ്പ് കല്ലുപ്പ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് ഇടാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ കല്ലുപ്പില്ല, പൊടിയുപ്പാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഉപ്പ് തന്നെ അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇറങ്ങിക്കോളും. അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതിൻ്റെ ഗ്യാപ്പിലോട്ടൊക്കെ ഇറങ്ങിക്കൊള്ളും. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞ് ഞാനിതിനെ എടുത്തിരിക്കുകയാണ്. കണ്ടോ, നാരങ്ങയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഒരു ഉപ്പൊക്കെ നാരങ്ങ നീരുമായിട്ട് യോജിച്ചതിൻ്റെ നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി നീരൊന്നും ഇറങ്ങില്ല കേട്ടോ, എന്നാലും ഉണ്ട്, പാകത്തിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് ആകെ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചെന്നാൽ, ഇനി ഇതിലോട്ട് ആകെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ മാത്രം ചേർത്താൽ മതി. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. ഇതാ കണ്ടോ, നാരങ്ങയൊക്കെ നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഈ മുളക് പൊടി മാത്രമേ ഇനി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടതുള്ളൂ. നമ്മൾ എണ്ണ ചൂടാക്കുകയോ നല്ലെണ്ണയോ അല്ലെങ്കിൽ തീയിൽ വിട്ട് വേവിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ മുളക് പൊടി മാത്രം ഇട്ട് നമ്മളിത് ഇളക്കുന്നു. ഇപ്പം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇത് ആവശ്യത്തിനൊരു നല്ല കുഴമ്പ് രൂപത്തിലുള്ള ചാറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു അപാര ടേസ്റ്റാണ്. ഇത് കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ ചോറുണ്ണാൻ ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. നല്ല രുചിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറുനാരങ്ങയുടെയോ അല്ലെങ്കിൽ കടുകപ്പുളി നാരങ്ങ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, ഇത് വ്യത്യസ്തമായ ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾ ഈ സാധനം കാണുകയാണെങ്കിൽ, ഈ ഒടിച്ചുകുത്തി നാരങ്ങ കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഈ പുതുവർഷത്തിൽ ഒരു പുതിയ അച്ചാർ, എണ്ണ വേണ്ട, വേവിക്കേണ്ട ഒരു അടിപൊളി അച്ചാർ, വെറും വെളുത്തുള്ളി മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കുന്നുള്ളൂ. സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നാരങ്ങ അച്ചാർ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.